ഹലോ, അപ്പോൾ നമ്മളിതാ തോട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ മഴ പെയ്യും തോന്നുന്നു കേട്ടോ. ഇത്രയും നേരം വെയിലായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് മഴയൊക്കെ ആയി തുടങ്ങിയതുണ്ടോ. അതൊക്കെ ഒഴുകുന്ന തോടാണ്. ആ തോട്ടിലേക്കാണ് പോകുന്നത്. ഈ പറമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തോട് വരുന്നത്. അല്ല, തെളിഞ്ഞ വെള്ളമാണ്. പണ്ടൊക്കെ ഏത് സമയം ഇറങ്ങി കുളിച്ചോണ്ടിരുന്നത് തോട്ടിൽ. ഇപ്പോഴാണ് കുളിയും ജപമൊക്കെ നിർത്തിയത് കേട്ടോ. പണ്ട് ഇങ്ങനെ ഒന്നല്ലായിരുന്നു. ഈ തോടിൻ്റെ ഈ കാര്യമൊന്നും കെട്ടിയിട്ടില്ലായിരുന്നേ. കറ്റയൊക്കെ ആയിരുന്നു ഈ സൈഡിൽ കൂടെ നിന്നത്. ഇങ്ങനെ മണ്ണൊക്കെ ആയിട്ട് ഇത് ഒരു 10 വർഷമൊക്കെ ആയുള്ളായിരിക്കും തോടിങ്ങനെ കെട്ടിയിട്ട്. JCB വന്നപ്പോഴത്തേക്കും എല്ലാവരും തോടൊക്കെ കെട്ടിയതാണ്. അതിൻ്റെ മുമ്പ് ഇങ്ങനെ കെട്ടാതെ കിടക്കുമായിരുന്നു. വലിയ ഞണ്ടൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ സ്ഥിരം കുളിച്ചോണ്ടിരുന്ന ഈ തോട്ടിലായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ തോട്ടിൽ വെള്ളം വരുമ്പോഴത്തേക്കും ഈ തോട് നിറഞ്ഞ് ഒഴുകൂട്ടി. ഇതിപ്പോൾ ഈ മുകളിൽ നിന്ന് പിടിക്കുന്നതുകൊണ്ട് അത്രയും ഹൈറ്റ് ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിറഞ്ഞ് വെള്ളം ഒഴുകുമ്പോഴത്തേക്കും ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി നിന്ന് തേങ്ങ പിടുത്തവും പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു പണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടുന്ന് വിറ്റിട്ടും പോയി. അപ്പോൾ അങ്ങനെ ആർക്കും സമയമില്ല. പണ്ട് കല്ല് പറക്കലായിരുന്നു മെയിൻ പരിപാടി കേട്ടോ. വെള്ളാരം കല്ല് പറക്കും. ഓരോ തവണ കുളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ വെള്ളാരം കല്ല് പറക്കിക്കൊണ്ടു പോകും. അങ്ങനെ വീടിൻ്റെ ചുറ്റും കല്ലായിരുന്നു. ഞണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. മഴയൊക്കെ വരുന്നുണ്ട്. മിക്കവാറും ഞാനിപ്പോൾ നിന്ന് നനയും. മമ്മിയുടെ കല്ല് കിടന്നു വെച്ചാൽ മമ്മിക്ക് വേണ്ടാന്ന്. അക്കരത്തേക്ക് പാടമാണേ. ഇതൊരു പറമ്പാണ്. ഈ പറമ്പിൻ്റെ അപ്പുറത്തേക്ക് തൊട്ട് കണ്ടോ ഫുള്ള്. ഞാൻ മമ്മി കൂടിയാണ് വന്നേക്കുന്നത്. എനിക്കാണെങ്കിൽ കയറാനേ തോന്നുന്നില്ല വെള്ളത്തിൽ നിന്ന്. എന്താണേലും തോട്ടിലിറങ്ങിയതല്ലേ, നമുക്ക് ആ വളവ് വരുന്നത് പോയിട്ട് വരും. കാരണം ഈ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഈ വളവിലായിരിക്കുമേ. മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും തോട് നമ്മുടെ നിറയും. അതിൻ്റെ മുമ്പ് കയറി പോകണം. അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് വെള്ളം പൊങ്ങുവേ. ഒരു കുഞ്ഞു മഴ പെയ്താൽ മതി. വേണ്ട, ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഇവിടെയാണ്. ഇങ്ങനെ ഫോണിൽ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ എൻ്റെ അത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. ഇതൊരു കുഴിയാണ് സത്യം പറഞ്ഞാലേ. വേണ്ട, അതൊരു വലിയ കുഴിയാണ്. അതുകൊണ്ട് നിറയെ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ അറിയണേ കയറി വാടി ഈ പനി പിടിക്കുന്നു. മഴ പെയ്യുന്നുണ്ട്, ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടത്തേക്കും. അതിൻ്റെ മുമ്പ് കയറി പോകാം. പക്ഷെ നല്ല രസമാണേ. എന്തോരം കല്ലൊക്കെ പണ്ട് പറക്കിയിട്ടുണ്ടെന്നറിയാവോ. നീന്തൽ മത്സരമൊക്കെ നടത്തരുത്. ഞാനും എൻ്റെ പ്രായത്തിലൊരു പെൺകൊച്ചുണ്ടായിരുന്നു പണ്ട്. പിന്നെ അവർ ഇവിടുന്നൊക്കെ വിട്ടിട്ട് പോയി. അപ്പോൾ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മുകളിൽ പോയി കിടക്കും. ഏറ്റവും മുകളിൽ. എന്നിട്ട് അവിടെ നിങ്ങൾ ഒഴുകി വരും. എന്നിട്ട് താഴെ വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ മുകളിൽ പോയി കിടക്കും. പിന്നെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് മുകളിലേക്ക് എറിയും. ഇതൊക്കെയായിരുന്നു കുഞ്ഞിലത്തെ പരിപാടികൾ. അപ്പോൾ വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. അവിടെ കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആരും കുളിക്കാറൊന്നുമില്ല ആരും. എല്ലാവരുടെ വീട്ടിലിപ്പം കിണറും ജലനിധിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് ഇറങ്ങാറ് പോലും ഇല്ല ഗൈസ്. പിന്നെ എന്നെപ്പോലെ ഓരോന്നും ഇങ്ങനെ നടക്കും. പിന്നെ വട്ട് പിടിക്കിട്ടുമായിരുന്നു കേട്ടോ. വട്ടുണ്ടല്ലോ, അതിങ്ങനെ ഒഴുകി വരുമായിരുന്നേ. അപ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്യലും പരിപാടിയൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. എന്നാൽ ഞാൻ കയറി പോവുകയാണ്. മഴയൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നനയും. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.